ഡിബേറ്റ് ഷോ റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം കണ്ണൂരിൽ നിന്നാണ് പ്രേക്ഷകർക്കൊപ്പം ഈ സായാഹ്നത്തിലെത്തുന്നത്. കണ്ണൂരിന് ക്രിക്കറ്റും സർക്കസും കേക്കും മാത്രമല്ല, രാഷ്ട്രീയവും അതിൻ്റെ സിരകളിലുണ്ട്. അതും ചൂടുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഇടം. പലപ്പോഴും ആശയ സംവാദങ്ങൾക്കും അപ്പുറത്തേക്ക് കണ്ണൂർ രാഷ്ട്രീയം വഴിമാറി ഒഴുകിയിട്ടുണ്ടെങ്കിലും കണ്ണൂർ രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിൻ്റെ സൂചകം കൂടിയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ എങ്ങനെ ചിന്തിക്കുന്നുവെന്നാണ് നാം പരിശോധിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കണ്ണൂരിൽ നിന്നും റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം. വെൽക്കം. അതിഥികളായി നമുക്കൊപ്പം CPM-നെ പ്രതിനിധീകരിച്ച് ഡോക്ടർ വി ശിവദാസൻ MP, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് റിജിൽ മാക്കുറ്റി, BJP-യെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് V രത്നാകരൻ. ഹായ്, ഗുഡ് ഈവനിങ്. ഒപ്പം CPM-ന്റെയും BJP-യുടെയും കോൺഗ്രസിന്റെയും പിന്നെ കണ്ണൂർ മണ്ഡലത്തിലെ നിഷ്പക്ഷരായ രാഷ്ട്രീയ പ്രതിനിധികളും വോട്ടർമാരും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ശിവദാസനിൽ നിന്ന്. ശിവദാസൻ, ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരം ഏറ്റവും ശക്തമായൊരു ഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിൻ്റേത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അതുകൊണ്ട് 19-1 എന്ന 2019 തിരഞ്ഞെടുപ്പിന് സമാനമായൊരു ഫലം UDF പ്രതീക്ഷിക്കുന്നു. അന്ന് ശബരിമലയും രാഹുൽ ഗാന്ധിയുമാണെങ്കിൽ ഇന്ന് സാധനങ്ങളില്ലാത്ത സപ്ലൈകോയും പെൻഷനും ശമ്പളവും പ്രതിസന്ധിയുമാണ് പ്രശ്നം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭരണനിർവഹണം നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടത്തുന്ന സംസ്ഥാനം ഏതാണ്? 20 കോടിയിലധികം ജനസംഖ്യയുള്ള ഉത്തർപ്രദേശ് അല്ല, 3.5 കോടി മാത്രം ജനസംഖ്യയുള്ള കേരളമാണ്. ഇനി അങ്ങോട്ട് കേന്ദ്ര സർക്കാർ കേവലം 200 രൂപ മാത്രം വയോജന പെൻഷൻ നൽകുമ്പോൾ 2014 മുതൽ ഈ 2024 വരെ ഒരു നായാ പൈസ വർദ്ധിപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ കേരളത്തിലെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ വയോജനങ്ങൾക്ക്, കർഷക തൊഴിലാളികൾക്കെല്ലാം പെൻഷൻ കൊടുക്കുന്നു. ഇന്ത്യയിൽ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം ഏതാണോ? BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് കർഷക തൊഴിലാളിക്ക് പെൻഷൻ ഉണ്ടോ? ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടോ? എന്നാൽ ഇടതുപക്ഷം പെൻഷൻ കൊടുക്കുന്നു. ആ ഇടതുപക്ഷത്തിൻ്റെ ഭരണ നേട്ടങ്ങൾ എണ്ണി നമുക്ക് പറയാൻ പറ്റും. ഇവിടെ കേരളത്തിൽ ആയുർദൈർഘ്യം ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും മികച്ച നിലയിൽ നിൽക്കുകയാണല്ലോ. 79 വയസ്സ് ആയുർദൈർഘ്യത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇനിയും കേരളത്തിന്റെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഇവിടുത്തെ ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ. നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ആയുർദൈർഘ്യം 79ലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ CPM-നെ സംബന്ധിച്ചും ഇതൊരു മരണപ്പോരാട്ടം കൂടിയാണ്. CPM-ന്റെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കണം, ദേശീയ പാർട്ടി പദവി എന്ന നിലയിൽ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന 2 ചോദ്യങ്ങളിൽ ഒന്ന്, കേന്ദ്രത്തിൽ നിങ്ങൾക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ എന്തിന് ഞങ്ങൾ CPM-ന് വോട്ട് നൽകണം? രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ നിർണായകമായ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഒറ്റക്കക്ഷിയാക്കേണ്ടത് ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ആവശ്യമല്ലേ എന്നൊരു ചോദ്യം. ഇടതുപക്ഷത്തിന്റെ ശക്തി ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും ശക്തമായ നിലയിൽ ഉണ്ടാകുമ്പോഴാണ് BJP വിരുദ്ധ പോരാട്ടം ഏറ്റവും ശക്തമായി മാറുക. BJP-ക്കെതിരായി ഏറ്റവും മുഷിരാർന്ന നിലപാടെടുക്കുന്നവർ ഇടതുപക്ഷമാണ്. നോക്കൂ, ബാങ്കിംഗ് നയപരിഷ്കാരങ്ങൾ ആരാ പാർലമെന്റിൽ അതിനെതിരായിട്ട് എതിർത്തത്? കോൺഗ്രസിന് കഴിഞ്ഞില്ല. കോൺഗ്രസ് BJP-യോടൊപ്പം ചേരുന്നു. അവിടെ LIC, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തുക ഡിവിഡൻഡായിട്ട് ആളുകൾക്ക്, പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കുന്ന സ്ഥാപനത്തിന്റെ പേര് LIC എന്നാണ്. ആ LIC സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ നീക്കായി പോയപ്പോൾ എന്താ കോൺഗ്രസ് എടുത്ത നിലപാട്? BJP-ക്കൊപ്പം ചേരുന്ന നിലപാട്. അവിടെ കോൺഗ്രസിന്റെ ഒരു നേതാവ് ചിദംബരം, പേര് ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ ചിദംബരത്തിന്റെ, അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസിന്റെ നയങ്ങൾ BJP-ക്ക് നടപ്പിലാക്കാനാവുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾക്ക് BPCL സ്വകാര്യവൽക്കരിക്കാനാവുന്നില്ല എന്ന ചോദ്യം ചോദിച്ച ചിദംബരത്തിന്റെ പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് സ്വകാര്യവൽക്കരണത്തിനെതിരായി BJP നടപ്പിലാക്കുന്ന മതവർഗീയതക്കെതിരായി ഏറ്റവും തീക്ഷണമായിട്ടുള്ള നിലപാടെടുക്കുന്ന പാർട്ടി ഇടതുപക്ഷമാണ്. ഈ 2 ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം വേണം. റിജിൽ മാക്കുറ്റി, സംസ്ഥാന സർക്കാർ ഭരണവിരുദ്ധ വികാരത്തിന്റെ നിഴലിലാണെങ്കിൽ കണ്ണൂർ മണ്ഡലത്തിലേക്ക് എത്തിയാൽ സിറ്റിംഗ് MP K സുധാകരനും സിറ്റിംഗ് MP എന്ന നിലയിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. 27% മാത്രമാണ് സിറ്റിംഗ് MP തന്റെ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചിട്ടുള്ളത് എന്നാണ് ഇന്ന് ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി MV ജയരാജൻ ഇന്ന് രാവിലെ എന്നോട് തത്സമയം അഭിമുഖത്തിൽ പറഞ്ഞത്. അത് നമ്പർ 1. അപ്പോൾ 27% മാത്രം പണം ചെലവഴിച്ച സിറ്റിംഗ് MP K സുധാകരനെ പാർലമെന്റിലേക്ക് ഇനി അയക്കേണ്ടത് എന്തിന്? 2, ആ MP-യുടേതായി ഈ വർഷം നടപ്പിലാക്കി എന്ത് പദ്ധതിയുണ്ട് ഈ മണ്ഡലത്തിൽ? 3, ആ MP-ക്ക് കൃത്യമായി പറയുന്ന വാക്കുകൾ പിഴച്ചു പോകുമ്പോൾ അതൊരു മാതൃകാ MP-യായി നിങ്ങൾക്ക് പാർലമെന്റിൽ കൊണ്ടുപോകാൻ കഴിയുമോ എന്ന 3 ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കുന്നു. അതായത് സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തിനുണ്ടെങ്കിൽ സിറ്റിംഗ് MP-ക്കും ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടോ? മൈക്ക് സർ. ശ്രീ K സുധാകരൻ കണ്ണൂരിൻ്റെ MP എന്ന നിലയിൽ
അദ്ദേഹത്തിൻ്റെ ശക്തമായ രൂപത്തിലുള്ള പ്രവർത്തനം ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ ഫണ്ട് വിനിയോഗം നടത്തിയില്ല എന്ന് പറയുന്നത് തികച്ചും തെറ്റായ കാര്യമാണ്. അദ്ദേഹത്തിന് ഫണ്ട് 25 കോടി രൂപയാണ് ഒരു MP-മാർക്ക് അനുവദിക്കുന്ന ഫണ്ട്. പ്രത്യേകിച്ച് കൊറോണ കാലത്ത് ആ ഘട്ടത്തിൽ 4 കോടി അനുവദിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. ബാക്കിയുള്ള ഫണ്ട് വളരെ കൃത്യമായി ഈ 5 വർഷത്തിനുള്ളിൽ അദ്ദേഹം കൃത്യമായി വിനിയോഗിച്ചിട്ടുണ്ട്. ആ വിനിയോഗവുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്കുകൾ, രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഫെബ്രുവരി 22-ന് ആണ് ഏറ്റവും ഒടുവിൽ 10 കോടി രൂപ MP-യുടെ ഫണ്ടിലേക്ക് വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് 23/2/2024 വരെ 5,29,19,015 രൂപ അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. അത് കൂടാതെ അതിൻ്റെ മുമ്പത്തെ MP ശ്രീമതി ടീച്ചർ അവരുടെ കാലത്ത് ചെലവഴിക്കാത്ത 1,44,77,435 രൂപ ഉൾപ്പെടെ ആ ഫണ്ടും ചെലവഴിച്ചത് ശ്രീ കെ സുധാകരൻ MP-യാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ഘട്ടത്തിലും ഇപ്പോൾ 10 കോടി രൂപയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. 10 കോടിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ടെൻഡറുകൾ പൂർത്തിയായി ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏകദേശം വളരെ കൃത്യമായ രൂപത്തിലുള്ള ഫണ്ട് വിനിയോഗം ശ്രീ കെ സുധാകരൻ്റെ ഭാഗത്ത് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഫണ്ട് വിതരണം ചെയ്തിട്ടില്ല എന്ന് ഇവർ പറയുന്നത് ഇവർ രാഷ്ട്രീയപരമായ ആരോപണമാണ്. അതിന് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ തന്നെ അതുമായി ബന്ധപ്പെട്ട ഭരണപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചെലവഴിച്ച തുകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ കലക്ടറാണല്ലോ ഫണ്ട് MP അനുമതി കൊടുത്താലും വിനിയോഗിക്കേണ്ടത് ഒരു ടെൻഷനുമില്ല. MP എന്ന നിലയിൽ അദ്ദേഹം എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ ചർച്ചാ വിഷയമാവുക? കണ്ണൂരിൽ ദേശീയ രാഷ്ട്രീയം വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അതോടൊപ്പം സംസ്ഥാന രാഷ്ട്രീയമുണ്ട്. രാജ്യത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിനായിട്ടുള്ള വലിയ പോരാട്ടം രാജ്യത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടത്തിന് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വലിയ രൂപത്തിലുള്ള മുന്നേറ്റം രാജ്യത്തെമ്പാടും ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. യോജിക്കാവുന്ന രാഷ്ട്രീയ കക്ഷികളുമായി യോജിക്കുന്നു. BJP-ക്കെതിരായിട്ടുള്ള പ്രത്യേകിച്ച് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിനായിട്ടുള്ള വലിയ രൂപത്തിലുള്ള ക്യാമ്പയിൻ നടത്തുമ്പോൾ DCCയുടെ മുൻ സെക്രട്ടറി രഘുനാഥാണ് അപ്പുറത്ത് BJP പാനലിൽ മത്സരിക്കാൻ പോകുന്നത്. വോട്ടർമാർക്ക് ആള് മാറിപ്പോവും. പാർട്ടിക്കകത്തു നിന്ന് ആളുകൾ സ്ഥാനമാനങ്ങൾ കേടുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. അത് സ്വാഭാവികമായി കേരളത്തിൽ നിന്ന് രാജ്യത്ത് പോകുന്നുണ്ട്. BJP-യുടെ പലതരത്തിലുള്ള പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പല ആളുകൾ പോകുന്നു. CPM-ന്റെ ഇപ്പോൾ സിറ്റിംഗ് MLA ആയ ത്രിപുരയിലെ MLA കഴിഞ്ഞ ദിവസം പോയില്ലേ, പാർട്ടി ഓഫീസർക്കും പോയില്ല, അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെ അധികാരത്തിന്റെ കൊതിമൂത്ത ആളുകൾ പോകുന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥ രാഷ്ട്രീയ നിലപാടുകൾ നിൽക്കുന്ന ആളുകൾ കണ്ണൂരിലുണ്ട്. CPM-ന്റെ തുടർച്ചയായിട്ടുള്ള ആക്ഷേപം എന്താണെന്നറിയുമോ? ഈ കെ സുധാകരന് വോട്ട് കൊടുത്താൽ അടുത്ത ടേബിൾ പുള്ളി BJP പോകുന്ന അത് CPM പറയുന്ന ആരോപണമല്ലേ? ഇപ്പം കെ സുധാകരൻ ഇന്ന് വരെ BJP-ന്റെ വോട്ട് വാങ്ങിയിട്ടൊന്നും MLA MP ആയിട്ടില്ല. കേരളത്തിനകത്ത് ആദ്യമായി BJP-യുമായി കൈകോർത്ത് ജനസംഘവുമായി കൈകോർത്ത് കേരളത്തിനകത്ത് കൂത്തുപറമ്പിൽ നിന്ന് MLA ആയത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ കോൺഗ്രസിന് അങ്ങനെ BJP-യുടെ വോട്ട് വാങ്ങി കെ സുധാകരൻ ഇതുവരെ നിയമസഭയിൽ പോയിട്ടില്ല എന്ന് മാത്രമല്ല BJP-യുമായി ഒന്നിച്ചു ചേർന്നുകൊണ്ട് പാലക്കാട് മത്സരിക്കുന്ന T ശിവദാസ മേനോൻ എന്ന് പറഞ്ഞ CPM-ന്റെ സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ലാൽകൃഷ്ണ അഡ്വാനിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ പറയുന്ന ആരോപണം ഞങ്ങൾക്ക് ഇല്ല. ഒരു കെ സുധാകരൻ കോൺഗ്രസിന്റെ അറിയാം, തീർച്ചയായും അറിയാം. കണ്ണൂർ പോലെ CPM-ന്റെ ഉരുക്കുകോട്ടയിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ നേതാക്കന്മാരുള്ള ഈ മണ്ഡലത്തിൽ നിന്നാണല്ലോ 1 ലക്ഷത്തോളം വോട്ടിന് കഴിഞ്ഞ തവണ കണ്ണൂരിൽ ജയിച്ചത്. അദ്ദേഹം മുൻപും ജയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കണ്ണൂരിലെ ജനതക്ക് കെ സുധാകരനെ വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. അങ്ങനെ ആരോപണങ്ങൾ ഒരുപാട് അദ്ദേഹത്തിനെതിരായി നടത്തിയിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിനകത്ത് കെ സുധാകരൻ ശക്തമായി മുന്നോട്ട് പോകുന്നത്. CPM-ഉമായും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ എടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് വന്ന BJP-ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ് ദാ നിൽക്കുന്ന ഇടതുമുന്നണിയും ഒപ്പം തന്നെ ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ദേശീയതലത്തിൽ നിങ്ങളാണ് അവരുടെ ശത്രുക്കൾ. പക്ഷേ നിങ്ങളോ കോൺഗ്രസിൽ നിന്നൊരാളെ കഴിഞ്ഞ ഡിസംബർ മാസം 24-ാം തീയതി മാത്രം പാർട്ടിയിലേക്ക് എത്തിയ ഒരാൾക്ക് ദേശീയ പാർട്ടിയായ BJP സീറ്റ് കൊടുത്തിരിക്കുകയാണ്. സോ നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? രഘുനാഥിന് BJP സ്ഥാനാർത്ഥിയെ വരാനുള്ള യോഗ്യത എന്താണ് എന്നാണ് കോൺഗ്രസുകാർ ചോദിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 24 വരെ നരേന്ദ്രമോദിക്കെതിരെ പ്രവർത്തിച്ച നേതാവാണ് രഘുനാഥ്. BJP ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് സവിശേഷമായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യവും, മറുഭാഗത്തുള്ളത് നരേന്ദ്രമോദിയെ എതിർക്കുന്ന 2 മുന്നണികളുമാണ്. ഈ 2 മുന്നണികളും തമ്മിൽ എന്തിനാണ് മത്സരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം രണ്ടുപേരും വാസ്തവത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൗഹൃദ പോരാട്ടമാണ്. അതൊരു പോരാട്ടം എന്ന് പോലും വിശേഷിപ്പിക്കാൻ സാധ്യമല്ല. ഒരു ചക്കളത്തി പോരാട്ടമാണ്, ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കപ്പെടുന്നത് ഈ ദേശീയ ജനാധിപത്യ സഖ്യം കഴിഞ്ഞ 10 വർഷക്കാലം നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളെ സംബന്ധിച്ചും അതിന് ജനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളെ സംബന്ധിച്ചുമുള്ള ഒരു വിധിയെഴുത്തായിരിക്കും. നരേന്ദ്രമോദിയുടെ ഗ്രാഫ് നരേന്ദ്രമോദിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടിനെ സംബന്ധിച്ചായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്.
നമ്മുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം NDA മുന്നോട്ട് വയ്ക്കുന്ന C. രഘുനാഥ് എന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം BJPയോട് ചേർന്നത് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി കോൺഗ്രസ് അനുവർത്തിച്ചിട്ടുള്ള, ഇടതുപക്ഷം അനുവർത്തിച്ചിട്ടുള്ള ഈ നടപടികളും അതിനോട് കോൺഗ്രസ് നേതൃത്വം എടുത്തിട്ടുള്ള നിലപാടുകളോടുള്ള പ്രതിഷേധമെന്ന നിലയിൽ കൂടിയാണ്. ഒറ്റ മാസം കൊണ്ടൊക്കെ ഒരു നേതാവിനെ നിങ്ങൾക്ക് അളന്ന് തൂക്കി മനസ്സിലാക്കി നിങ്ങളുടെ ദേശീയ പാർട്ടിയിലെ സ്ഥാനാർത്ഥി പദവി കൊടുക്കാൻ പറ്റുമോ? BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ, നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ടും അതിനെ അംഗീകരിച്ചുകൊണ്ടുമാണ് അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം വളരെ ചെറിയ കാലം മുതൽ തന്നെ കണ്ണൂരിൽ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുകയും പല ചുമതലകൾ വഹിക്കുകയും ചെയ്ത് ജനങ്ങളുടെ സ്ട്രൈറ്റ് ആയിട്ട് ചോദിക്കട്ടെ, CPM-ലെ ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇത് K. സുധാകരന് BJPയുടെ വോട്ട് മറിക്കാൻ വേണ്ടിയുള്ള ഡമ്മി സ്ഥാനാർത്ഥിയാണെന്നാണ്. അങ്ങനെയുള്ള ആരോപണങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. അത് വെറും ഒരു ആരോപണം മാത്രമാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂ ഒക്കെ കാണുകയുണ്ടായി. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്, അദ്ദേഹം ഈ ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി ബോധ്യപ്പെട്ടുകൊണ്ട്, നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ ബോധ്യപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് രാഷ്ട്രീയമായ മറ്റേതെങ്കിലും ഗൂഢാലോചനകളുണ്ടോന്നോ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. ഈ തെരഞ്ഞെടുപ്പ് NDA ജയിക്കുന്നതിന് വേണ്ടി നടക്കുന്ന തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ 2 അക്കം കടക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. 0-1 അല്ലെങ്കിൽ 0-0 ഇതാണോ? കണക്കുകളെ സംബന്ധിച്ചൊന്നും നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ വളരെ നേരത്തെയുള്ള ഒരു കണക്കൂട്ടലിൽ യാതൊരു അർത്ഥവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചിന്തിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. കാരണം രണ്ട് മുന്നണികളും, BJPയെ അല്ലെങ്കിൽ NDA എതിർക്കുന്ന 2 മുന്നണികളും പരസ്പരം സഹകരിക്കുകയും അവർക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ പരസ്പരം സഹായിക്കുകയും ചെയ്യുന്ന മുന്നണികൾ എന്ന നിലയ്ക്ക് ആ കാപട്യം തിരിച്ചറിയാൻ കേരളത്തിൽ ജനങ്ങൾക്ക് കഴിവുണ്ട്. നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്യുന്ന വികസനത്തിന്റെ മാതൃകയായിരിക്കും വോട്ടായി മാറാൻ സാധ്യതയുള്ളത്. തീർച്ചയായും മറുഭാഗത്ത് സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരവും ശക്തമാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്ത് കൂടിയായിരിക്കും. സംസ്ഥാന സർക്കാരിനെതിരായിട്ടും അതുപോലെ തന്നെ കുറെ കാലമായി കേരളം ഭരിച്ച് കേരളത്തിലെ വലിയൊരു കടക്കെണിയിൽ എത്തിച്ചതിൽ പങ്കുവഹിച്ചിട്ടുള്ള UDF-നെതിരായിട്ട് 2 മുന്നണികളും ഒരുപോലെ ഉത്തരവാദികളാണ് കേരളത്തിൽ. പക്ഷേ നിങ്ങൾ പണം കൊടുക്കാനുള്ളത് കൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധി എന്ന് ആവർത്തിച്ചു പറയുന്നത്. ആ പറയൽ വെറും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളാണ്. കഴിഞ്ഞ ദിവസം അതിന്റെ കണക്കുകളൊക്കെ വന്നല്ലോ. ഇവര് വലിയ തുകകൾ കിട്ടാനുണ്ടെന്ന് അവകാശപ്പെടുകയും അതൊക്കെ പൊതുജനങ്ങളുടെ മുമ്പാകെ പറയുകയും ചെയ്തിട്ട് അതിന്റെ കണക്കുകൾ വന്നപ്പോൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കുകൾ വന്നപ്പോൾ അതൊക്കെ വെറും പൊള്ളത്തരമാണെന്ന് ബോധ്യപ്പെടുകയുണ്ടായല്ലോ. അതുകൊണ്ട് ആ കണക്കുകളിലൊന്നും യാതൊരു അർത്ഥവുമില്ല. ഞാൻ ഒരു റൗണ്ട് ഓഡിയൻസിലേക്ക് പോയതിനു ശേഷം പാനലിസ്റ്റിലേക്ക് വരാം. ആര് ജയിക്കും? സാധ്യത BJP ജയിക്കുന്നുള്ളതാണ്. അതല്ല K. സുധാകരൻ പറയാനൊരു വ്യഗ്രത. ഇവര് ഇവിടുന്ന് മംഗലാപുരം പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ വാഴ പോയി കഴിഞ്ഞാൽ ഇവരൊന്നിച്ചാണ് ഉണ്ടാവുക. ഇവിടെ BJPക്ക് മാത്രമേ ഇതിന് ഒറ്റക്കുള്ള മത്സരിക്കുന്നുള്ളൂ. അതല്ല, രഘുനാഥനെ നിങ്ങൾ അംഗീകരിച്ചോ? BJP പ്രവർത്തകർ? അതെ, അംഗീകരിച്ചു. അയാൾ നല്ലൊരു നേതാവാണ്. പുതിയ ആളുകൾ വരണം. കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവരും, BJP നേതാവാക്കും. സാറ് നമ്മളെപ്പം വന്നു കഴിഞ്ഞാൽ നമ്മൾ നേതാവാക്കും. ശരിക്കും? പക്ഷെ ഞാൻ വരില്ല. അത് വേറൊന്നും കൊണ്ടല്ല, തൽക്കാലം ഈ പണി മതി എനിക്ക്. ഓക്കെ, റൈറ്റ്. ഓക്കെ, എന്താ ഇവിടുത്തെ അവസ്ഥ? ഇന്നത്തെ കോൺഗ്രസ്, നാളെ BJP ആണ്. അതാണ് ഇവിടെ കണ്ടത്. ഈ ഇവിടുത്തെ സ്ഥാനാർത്ഥി ത്രിപുരയിലോ? ത്രിപുരയിലെ MLA പോയതല്ലേ പറഞ്ഞേ? കോൺഗ്രസ് ഇന്നലത്തെ CPM MLA, ഇന്ന് BJP MLA. ദേശീയ നേതാക്കൾ എത്ര മുഖ്യമന്ത്രിമാർ കോൺഗ്രസിന്റെ. അതാണ്. അപ്പോൾ ഒന്ന് വെച്ചിട്ട് അളക്കാൻ പറ്റൂല. ത്രിപുര മൊത്തം പോയി. ത്രിപുര മൊത്തം പോയെന്താ? ത്രിപുര കോൺഗ്രസ് ആരോടെയുള്ളത്? CPM. ത്രിപുര കാലങ്ങളായി CPM-ന്റെ കൂടെ. CPM വഹിക്കുമ്പോൾ അപ്പോൾ അവിടെ BJP-യാ. CPM വഹിക്കുമ്പോൾ ത്രിപുര കോൺഗ്രസ് വെച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ പോയി മമതാ ബാനർജി. ത്രിപുര CPM ഭരിക്കുമ്പോൾ കോൺഗ്രസ് വെച്ചിട്ടുണ്ട്. ബംഗാൾ ത്രിപുര CPM ഭരിക്കുമ്പോൾ കോൺഗ്രസ് വെച്ചിട്ടുണ്ട്. ആ കോൺഗ്രസ് ഇന്നില്ല അവിടെ. എന്താ അത്ര ആത്മവിശ്വാസം? മറുഭാഗത്ത് K. സുധാകരനാണ്. കണ്ണൂരിന്റെ മുക്കും മൂലയും അറിയാവുന്ന K. സുധാകരൻ. സുധാകരനെ സംബന്ധിച്ച് നമുക്കറിയാം. മുന്നേ തന്നെ ഞാൻ BJP-ന്റെ വളരെ കാവൽ നിന്ന ആളാന്ന് പറഞ്ഞ ആളാണ്. RSSന്റെ ശാഖ കാവൽ നിന്ന ആളെന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് തന്നെ ആ സുധാകരൻ എല്ലാവർക്കും ഇപ്രാവശ്യം തിരിച്ചു കഴിഞ്ഞിട്ട് പഴയ കാലല്ലേ? ഉദാഹരണത്തിന് അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഇടതുപക്ഷത്തിന് BJP ജനസംഘവുമായി സഹകരിക്കേണ്ടി വന്നില്ലേ? ഇപ്പോൾ ഈ ഫണ്ട് ഉപയോഗിച്ച കാര്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. സുധാകരൻ എന്താ നമുക്ക് കുറച്ച് ലൈറ്റല്ലേ ഉണ്ടായി തന്ന്? വേറെ എന്താ മണ്ഡലത്തിൽ ഉണ്ടായി കൊടുത്തിട്ടുള്ളത്? ലൈറ്റല്ലേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും? അദ്ദേഹം ഭരണപക്ഷത്തെ MP അല്ലല്ലോ, പ്രതിപക്ഷത്തെ MP അല്ലേ? അതെ, എന്നാൽ അയാൾക്ക് ഫണ്ടുണ്ടല്ലോ. എന്തോ പറയാൻ വന്നു. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് കൂറ്റേരി പുരുഷോട്ടൻ എൻ്റെ സുഹൃത്താണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് പച്ചക്കള്ള. കാരണം 2 ഹൈമാസ്റ്റ് ലൈറ്റ് സുധാകരൻ MPയുടെ ഫണ്ടിൽ, ഒന്ന് ദേശീയപാതയിൽ ധർമ്മടത്ത് അനുമതി PWD കൊടുത്തപ്പോൾ ധർമ്മടം ഗ്രാമപഞ്ചായത്ത് അത് നിഷേധിച്ചു. മറ്റൊന്ന് അണ്ടലൂർ ക്ഷേത്രത്തിലേക്ക് സുധാകരൻ MP കൊടുത്ത ഹൈമാസ്റ്റ് ലൈറ്റ്, ഇത് ധർമ്മടം പഞ്ചായത്ത് അനുമതി കൊടുത്തില്ല. റെയിൽവേ അടിപ്പാത അദ്ദേഹം വന്നു പറഞ്ഞു, ജനങ്ങളെ ദുരിതം മാറ്റാൻ എന്റെ ഫണ്ടിൽ നിന്ന് വിഹിതം അനുവദിക്കാം. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലമായ ഈ ധർമ്മടത്തിന് വേണ്ടി അദ്ദേഹം ഫണ്ട് അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ
ഒരു ഫണ്ടും സംസ്ഥാന ഗവൺമെന്റ് ഈ സമയം വരെ അനങ്ങിയില്ല. അല്ല, സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിക്കണമെന്ന് എം പി പറഞ്ഞു. അവര് വിഹിതം വേണമെന്ന് പറഞ്ഞു. അതിന് എം പി പറഞ്ഞു, എം എൽ എ പറഞ്ഞ പോലെ. അല്ല, എം പി എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ടുവരേണ്ടത്. എം പി എന്നുള്ള ജനപ്രതിനിധി എന്നുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇവിടുത്തെ ജനങ്ങളെ കൂടെ ഉണ്ട്, അദ്ദേഹം ജനങ്ങൾക്കൊപ്പമുണ്ട്. പക്ഷെ എന്റെ ചോദ്യം, ചേട്ടൻ പറഞ്ഞു 2 ഹൈമാസ്ക് ലൈറ്റ് വയ്ക്കാൻ ഒരു എം പി ആവശ്യമുണ്ടോ? എല്ലാ ജനങ്ങളെ ജനകീയ പ്രശ്നത്തിനും അദ്ദേഹം പരിഹാരം കാണുന്നുണ്ട്. ഇവിടുത്തെ CPM-ന്റെയും ഇടതുപക്ഷ നേതാക്കന്മാരും അദ്ദേഹത്തിന്റെ ഓഫീസിലും വീടുകളിലും പോയാൽ ന്യായമായ അദ്ദേഹം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹം എം പി എന്ന നിലയിൽ ആക്സസിബിൾ ആണ്. എല്ലാവർക്കും എം പി എന്ന നിലയിൽ അദ്ദേഹം വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കണ്ണൂരിന്റെ ഹൃദയത്തിൽ കേസ് ഉള്ളത്. എന്താണ് മറുപടി? അങ്ങനെയാണോ? ചേർന്ന് പിടിച്ചോളൂ സാർ. ഐഡിയോളിക്കൽ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് BJP-ന്റെ നോമിനിയോടെ ചോദിക്കാനുള്ളത്, ചോദിച്ചോളൂ. ദീൻ ദയാൽ ഉപാധ്യായയുടെ ഏകാത്മകവാദം അതിലാണോ നിങ്ങൾ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്? ദീൻ ദയാൽ ഉപാധ്യായയുടെ നിങ്ങൾ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള വ്യക്തിയല്ലേ? ഇന്റഗ്രൽ ഹ്യൂമനിസത്തിലാണോ വിശ്വസിക്കുന്നത് എന്നാണ് ചോദ്യം. പ്രത്യയശാസ്ത്രപരമായ ചോദ്യമാണ്. ചേട്ടൻ വോട്ട് ചെയ്യൂ? ചാതുർവർണ്ണ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നവരാണോ? അതെ, അതാണ് ചോദ്യം. അപ്പൊ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഒരു നിമിഷം സാർ, അതിനുള്ള മറുപടി ഒരു നിമിഷം. ദീൻ ദയാൽ ഉപാധ്യായയുടെ ഇന്റഗ്രൽ ഹ്യൂമാനിസം എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഉൽപ്പാദിപ്പിക്കുക എന്താണ്, അതിനുശേഷം ഉപഭോഗം നടത്തുക എന്താണ്, മൂന്നാമത് അത് വിറ്റഴിക്കുക എന്താണ്. അപ്പൊ ഉൽപാദനം, ഉപഭോഗം, വിറ്റഴിക്കൽ, ലാഭം കിട്ടുന്നത് അവസാന ഘട്ടത്തിൽ മാത്രമാണ്. ജനങ്ങളെയാണ് ആദ്യം കാണുന്നത്. സ്വകാര്യവൽക്കരണത്തിന്റെ തത്വശാസ്ത്രമാണോ ഇന്റഗ്രൽ ഹ്യൂമനിസം? ഇതിനകത്ത് ചാതുർവർണ്ണ ഒന്നും വരുന്നില്ല. അദ്ദേഹം അത് LIC വിറ്റഴിക്കുക, റെയിൽവേ വിറ്റഴിക്കുക, എയർപോർട്ട് വിറ്റഴിക്കുക, അതാണോ ഇന്റഗ്രൽ ഹ്യൂമനിസം? അങ്ങനെ വിറ്റഴിച്ചിട്ടില്ലല്ലോ, വിറ്റഴിക്കുന്ന ഒരു സാഹചര്യം വരുന്നില്ലല്ലോ. അതിനെ സ്വകാര്യവൽക്കരിക്കുന്ന സാഹചര്യം ഇന്ത്യയിൽ. സ്വകാര്യവൽക്കരണമാണോ യഥാർത്ഥത്തിൽ സ്വകാര്യവൽക്കരണം അല്ല ഉദ്ദേശിച്ചത്? അല്ല. ഓക്കെ, അപ്പൊ അതിനുള്ള മറുപടിയാണ് സൂചിപ്പിച്ചത്. ഞാൻ പാനലിലേക്ക് വന്ന് 2ാം റൗണ്ടിൽ വരാം. സംസാരിക്കാനുള്ളവർ കൈ ഉയർത്തിയാൽ ഞാൻ തിരിച്ചു വരാം. ആദ്യം BJP പ്രതിനിധിയിൽ നിന്ന് അവസാനത്തെ ചോദ്യത്തിൽ നിന്ന്, ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഇന്ത്യ എന്ന ഒരു സംവിധാനത്തെ ഭാരതമാക്കി മാറ്റാൻ വോട്ട് നൽകൂ എന്നാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് കണ്ണൂരിലെ വോട്ടർമാരോട്? ഏകാത്മ മാനവ ദർശനത്തെ സംബന്ധിച്ച് അദ്ദേഹം എന്തൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നത്. ഏകാത്മ മാനവവാദമെല്ലാം ഏകാത്മ മാനവ ദർശനമാണ്. അത് മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു സമഗ്രമായ കാഴ്ചപ്പാടാണ്, ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽ ചാതുർവർണ്ണയമായോ അല്ലെങ്കിൽ ജാതിയുമായോ മതവുമായോ ഒന്നും ഒരു ബന്ധവുമില്ല. അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ് എന്ന 4 ഘടകങ്ങളും ചേരുന്ന ഒരു ഇൻ്റഗ്രൽ ആയിട്ടുള്ള ഒരു ഏകാത്മതയെ സംബന്ധിച്ചാണ്. മാത്രമല്ല, മനുഷ്യനും സമൂഹവും രാഷ്ട്രവും ഇത് 3ഉം പരസ്പര ബന്ധിതമായിട്ടുള്ള ഏകാത്മകമായിട്ടുള്ള ഒരു സവിശേഷതയാണ്. അതിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടല്ല ഒരു വ്യക്തിയെ ചിന്തിക്കേണ്ടത്. ഒരു വ്യക്തിയെ ചിന്തിക്കുമ്പോൾ സമൂഹമായി മാറുന്നതും രാഷ്ട്രമായി മാറുന്നതും ഒക്കെ അത് തന്നെയാണ്. അതിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ആ ഏകാത്മക മാനവ ദർശനത്തിൽ വരൂ. ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ എന്ന് നോക്കിയിട്ടല്ലോ ഒരു രാഷ്ട്രത്തിന്റെ അംഗങ്ങളാവുന്നത്. പക്ഷേ നിങ്ങളുടെ പാർട്ടിയുടെ MP-മാരിലോ MLA-മാരിലോ എന്തുകൊണ്ട് മുസ്ലിം ഇല്ല? MLA-മാർ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ മുസ്ലിം ഉണ്ടല്ലോ. ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ജയിക്കുമോ ഇല്ലയോ എന്നുള്ളല്ലോ. കേരളത്തിൽ ജയിക്കുന്ന സമയത്ത് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും നമ്മുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടല്ലോ. കേരളത്തിൽ മാത്രമല്ലല്ലോ, അഖിലേന്ത്യാ തലത്തിൽ. മൊത്തത്തിൽ ഒരു ന്യൂനപക്ഷ വിരുദ്ധരായി നിങ്ങളെ ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണോ ഇടതുമുന്നണി, ഐക്യജനാധിപത്യ മുന്നണി? തീർച്ചയായിട്ടും 2 മുന്നണികൾ നടത്തുന്നത് BJP ഒരു വർഗീയ കക്ഷിയാണെന്ന് പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ്. പക്ഷെ അത് പരാജയപ്പെട്ട ശ്രമമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ അത് അംഗീകരിച്ചിട്ടില്ല. ധാരാളം അംഗങ്ങൾ, ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ പ്രതിനിധീകരിക്കപ്പെടുന്ന ആളുകൾ, പൊതുസമൂഹത്തിൽ പ്രതിനിധീകരിക്കപ്പെടുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം ആളുകൾ എല്ലാ മതവിഭാഗങ്ങളും പെട്ട ആളുകൾ, ഹിന്ദുക്കൾ മാത്രമല്ല, ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളുണ്ട്, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. നമുക്ക് ആ ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അനവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. 20% വരുന്ന മുസ്ലിം ജനവിഭാഗത്തിന് പ്രതിനിധിയായി BJP എന്ന ദേശീയ പാർട്ടിയിൽ ഒരിടത്തു നിന്നും ഒരു MP പോലും ഇല്ല സാർ. അത് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ധാരാളം മുസ്ലിങ്ങളെ പാർട്ടിയിൽ കൊണ്ടുവന്ന് അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ നിർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ BJP നിരന്തരമായി വരാത്തതാണ് പ്രശ്നം. BJP-യിൽ ആളുകൾ വരുന്നതനുസരിച്ച്, അവർ ഉയർന്നു വരുന്നതനുസരിച്ച് ഇപ്പൊ കേരളത്തിൽ അങ്ങനെയാണല്ലോ അബ്ദുൽ സലാം സാർ വന്നിരിക്കുന്നത്. അതുപോലെയുള്ള ധാരാളം ആളുകൾ ഉയർന്നു വരുമെന്നതിനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അബ്ദുൽ സലാമിനെ പോലെയുള്ള റജുൽ മാക്കൂറ്റിയാണ് മറുപടി പറയേണ്ടത്. റജുൽ മാക്കൂറ്റിയിലേക്ക് മറുപടിക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ഇടവേള വേണം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുരുക്ഷേത്രം തത്സമയം ദ ബിഗ് ഇലക്ഷൻ ഡിബേറ്റ് ഷോ. നമ്മൾ ധർമ്മടത്ത് നിന്നുമാണ്, കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും. ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്.
വെൽക്കം ബാക്ക്. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം കണ്ണൂരിൽ ധർമ്മടത്തു നിന്നുമാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. റിജിൽ മാക്കുറ്റി, ആദ്യം ഒരു വോട്ടറുടെ ചോദ്യമുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഇരുമെയ്യാണെങ്കിലും ഒരു മനസ്സോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇരുമെയ്യായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? ജനങ്ങളെ കബളിപ്പിക്കാനല്ലേ എന്നൊരു ചോദ്യം ഒരു വോട്ടർ ചോദിച്ചു. രണ്ടാമത്തത്, അബ്ദുൾ സലാമിനെ പോലൊരു സ്ഥാനാർത്ഥിയെ മുൻനിർത്തി ന്യൂനപക്ഷത്തെ ചേർത്ത് പിടിക്കുകയാണ് BJP. മൈക്ക് സർ. തീർച്ചയായും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ UDF തമ്മിലുള്ള പോരാട്ടമുണ്ട്. BJP കേരളത്തിൽ ഒരു കക്ഷിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 0-ൽ നിന്ന് 0 തന്നെയാകും ആ പാർട്ടിയുടെ MP-മാരുടെ അവസ്ഥ സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ പ്രതിപക്ഷ UDF അതോടൊപ്പം തന്നെ പിന്നെ LDF എന്നുള്ളതാണ് ആ കാര്യം. അതോടൊപ്പം ആ ഒരു പോരാട്ടമാണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ BJP-യുടെ പ്രതിനിധികൾ പിന്നെ ഇവിടെ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളെയൊക്കെ തന്നെ സ്ഥാനാർത്ഥിമാരാക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ BJP-ക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ എത്ര പേരെ UP-ൽ ഒരു MLA-മാർ പോലുമില്ല BJP-ക്ക് ന്യൂനപക്ഷത്തിൽപ്പെട്ട. അവിടെയൊക്കെയാണ് ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചതിൻ്റെ പേര് തല്ലിക്കൊല്ലുന്നത്. അത് കൊല്ലുന്ന ആളുകൾ മുഹമ്മദ് അഖിലാഖാണ്, പിന്നെ അൻസാരിയാണ്. അങ്ങനെയാണ് പേരുകൾ നീളുന്നത്. അതോടൊപ്പം തന്നെ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ ക്രിസ്തീയ മതവിശ്വാസികളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ഇവർ വലിയൊരു ക്യാമ്പയിൻ നടത്തുകയാണ്. അതേ BJP സംഘപരിവാർ നേതാവാണ് പറയുന്നത്, ഗുരുവായൂരിനടുത്തുള്ള ഒരു പിന്നെ ക്രിസ്ത്യൻ പള്ളി അത് പിന്നെ മുൻപേ അമ്പലമായിരുന്നു. അതുകൊണ്ട് ആ അമ്പലം ഇപ്പം ഗ്യാൻബാബിയിലും പള്ളികളുടെ എണ്ണം എടുക്കുന്നതിനോടൊപ്പം ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നു. തീർച്ചയായും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ആരാധനാലയങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സഹപ്രവർത്തകർ അനിൽ ആന്റണി പത്തനംതിട്ട സ്ഥാനാർത്ഥിയാ. അതുപോലുള്ള ആളുകൾ പാർട്ടി വിട്ടു പോയിട്ടുണ്ട്. അധികാരത്തിന് വേണ്ടി പിന്നെ BJP-യുടെ ഇടങ്ങളിലേക്ക് പോകുന്ന ആളുകൾ കോൺഗ്രസിനകത്തുണ്ട്, മറ്റു പാർട്ടിക്കകത്ത് CPM-നകത്തുണ്ടല്ലോ. അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അനിൽ ആന്റണി എന്നും പാർട്ടിക്കകത്ത് ഒരു AK ആന്റണി മകൻ എന്നപ്പുറത്തേക്ക് വലിയ റോളൊന്നും ഇല്ലാത്ത ആളാണ്. അയാൾ അധികാരത്തിന് വേണ്ടി പോയതാണ്. അനിൽ ആന്റണി പോയതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കാനില്ല. രാജ്യത്തെമ്പാടും BJP അവരുടെ അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി ആളുകളെ പണം കൊടുത്ത് സ്വാധീനിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ ഭാഗമായി പോകുന്നത് മാത്രമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടി BJP സംഘപരിവാരമാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവർ ആരാധനാലയങ്ങൾ പോലും ഇന്നലകളിൽ ആരാധിച്ചിരുന്ന അമ്പലങ്ങൾ പിന്നെ പള്ളികൾ പോലും അമ്പലങ്ങളാക്കണം എന്ന് പറയുന്നു. ആ രൂപത്തിലേക്കുള്ള വലിയ ക്യാമ്പയിൻ നടത്തുന്നത്. ഇവിടെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏകീകൃത സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ഇവർ തീരുമാനിക്കുന്ന ആരാണ്? ന്യൂനപക്ഷങ്ങളെയാണ്. RSS-ന്റെ പിന്നെ വിചാരധാര പറയുന്നുണ്ട്, ഒന്നാമത്തെ ശത്രുക്കൾ മുസ്ലിങ്ങളാണ്, ആഭ്യന്തര ശത്രുക്കൾ, രണ്ടാമത്തെ ക്രിസ്ത്യാനികളാണ്, മൂന്നാമത്തെ തൊഴിലാളികളാണെന്നൊക്കെ പറയുന്നുണ്ട്. തൊഴിലാളി കമ്മ്യൂണിസ്റ്റുകാർ സ്വാഭാവികം. അതെ, ഞാൻ പറയട്ടെ, കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ ഞാൻ പറയുന്നത് എല്ലാ ആളുകളും കോൺഗ്രസ്സുകാർ ശത്രുക്കളാണ്. സ്വാഭാവിക. ഒന്നും രണ്ടു ശത്രുക്കൾ അത് മുസ്ലിങ്ങളും അത് പിന്നെ ക്രിസ്ത്യാനികളുമാണ്. തൊഴിലാളി പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പെടില്ല. പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പെടില്ല. ബാക്കിയുള്ള കമ്മ്യൂണിസ്റ്റ് സീതാറാം യെച്ചൂരിയുടെ കമ്മ്യൂണിസ്റ്റ് പെടും. അതാണ് കേരളത്തിൽ നടക്കുന്ന അവസ്ഥ. ഓക്കെ, അതിനുള്ള മറുപടി കൂടി ശിവദാസൻ നോക്കൂ. വിചാരധാര അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നേരത്തെ കാണിക്കുന്നു. ഇന്ത്യയിൽ ന്യൂനപക്ഷത്തിനുള്ള അഭയസ്ഥാനം എന്ന് പറയുന്നത് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ പോയ രാഹുൽ ഗാന്ധി അല്ലേ? ഒന്നാമത്തേത്, കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും വലിയ ആഭ്യന്തര ശത്രുക്കളാണ് എന്ന വിചാരധാരയിലെ വാക്കുകൾ മൂടിവെക്കാൻ എന്തിനാണ് കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് കൂട്ടാൻ പറ്റില്ല. നിങ്ങൾ ഒന്നിച്ച് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് തുറന്ന മനസ്സോടുകൂടി നാം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന സംവാദങ്ങളാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് RSS-ന്റെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പ്രചാരകനായ കേരളത്തിലെ ഗവർണർ, ആ ഗവർണർക്കെതിരായി ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കാൻ കേരളത്തിലെ കോൺഗ്രസിന് ഇപ്പോ സമീപകാല സംഭവങ്ങളെല്ലാം നോക്കുക. ഈ ഗവർണറെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ തുടർച്ചയായി എടുക്കുന്നു. 3, BJP-യോടൊപ്പം ചേർന്ന് നിന്ന് ബേപ്പൂരിന്റെ വടകരയുടെ ഭൂതകാലം അവർ ഇപ്പൊ പറയാൻ മടിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് ശിവദാസ മേനോന്റെ പാലക്കാട്ടെ കാര്യവും കൂത്തുപറമ്പിലെ പിണറായി വിജയന്റെ കാര്യവും നിങ്ങൾ പറയാൻ നോക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ആ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എന്താണോ? പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് കൂത്തുപറമ്പിൽ MLA ആകുന്നത് BJP-യുടെ RSS-ന്റെ ഒപ്പം നിന്നിട്ടല്ല എന്ന് ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. പിന്നെ പാലക്കാട്ട് ഇവിടെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനായിട്ടുള്ള അങ്ങയോട് ഞാൻ വിശദീകരിക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. അന്ന് അവിടെ ലാൽകൃഷ്ണ അദ്വാനി എന്ന് പറയുന്ന ആൾ വരുന്നത് BJP-യുടെ ഭാഗമായിട്ടല്ല അന്ന് അവിടെ വരുന്നത്. അന്ന് ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ആ കൺവെൻഷന്റെ ഭാഗമായിട്ട്
അദ്ദേഹം ലാൽകൃഷ്ണ അദ്വാനി അല്ല, അത് നമ്മൾ ജനതാ പാർട്ടിയെ ജനസംഖ്യയിൽ നിന്ന് വേർതിരിച്ച് കാണണം. രാഷ്ട്രീയ രൂപമാണ് പറയൂ. BJP-ക്ക് മുമ്പേയുള്ള എ കെ ആന്റണി എവിടെയായിരുന്നു സാർ? എ കെ ആന്റണി ആ ഘട്ടത്തിൽ എവിടെയായിരുന്നു? ഞാൻ പറയുന്നത് ലാൽകൃഷ്ണ അദ്വാനി RSSന്റെ ചരിത്രം ഈ കേരള ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം ഒന്ന് പഠിക്കുന്നതിലായിരിക്കും. ഇനി ഒന്നുകൂടി, VP സിംഗിന്റെ സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുമ്പോ അന്ന് രഥയാത്രയെ തടഞ്ഞപ്പോ ആ രഥയാത്രയെ തടഞ്ഞ VP സിംഗിന്റെ ഗവൺമെന്റിനെതിരായിട്ട് വോട്ട് രേഖപ്പെടുത്തി VP സിംഗിനെ അട്ടിമറിച്ചവരാണ് ഇന്ത്യയിലെ കോൺഗ്രസ്. അല്ല തെളിവുണ്ട്. അന്ന് RSSന്റെ നേതാവായിട്ട് അടൽ ബിഹാരി വാജ്പേയിയും ലാൽകൃഷ്ണ അദ്വാനിയും അതോടൊപ്പം തന്നെ ഹർകിഷൻ സുർജിത്തും EM ശങ്കർ നമ്പൂതിരിപ്പാടും ഒന്നിച്ചിരുന്ന് വേദി പങ്കിട്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഏത് ചെകുത്താനുമായി കൂട്ടുകൂടുമെന്ന് പറഞ്ഞത് EMS ആയിരുന്നു. അതിന്റെ ഭാഗമായി കോൺഗ്രസ് ഗവൺമെന്റ് അട്ടിമറിക്കാനാണ് സംഘപരിവാർ പറയുമ്പോ. ഞാൻ ഈ പറയുന്ന സമയത്ത് ഇത്രയും തെറ്റായ കാര്യം കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞപ്പോ BJP പ്രതിനിധി പറഞ്ഞപ്പോ ഞാൻ ഒന്നും സംസാരിക്കാതിരുന്നത് ഈ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ മര്യാദ പാലിക്കുക എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ അഭ്യർത്ഥന, ഞാൻ പറയുമ്പോൾ മര്യാദ കോൺഗ്രസിന്റെയും BJP-യുടെയും പകുതികൾ പാലിക്കുക. ഇനി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത് കേരളത്തിലെ സർക്കാരിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കേരളത്തിലെ സർക്കാരിനെ പോലെ മികച്ച ഫിനാൻഷ്യൽ പെർഫോമൻസ് നികുതി പിരിവിന്റെ കാര്യത്തിൽ മാതൃക കാണിച്ചിട്ടുള്ള ഏത് സംസ്ഥാനമാണ് ഇന്ത്യയിലുള്ളത് എന്നുള്ളത് നിങ്ങൾ ചോദിക്കൂ. കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നു ഏറ്റവും കൃത്യമായി നികുതി പിരിച്ച സർക്കാർ കേരളത്തിലാണ്. ഇനി പറയൂ, ഇനി ഞാൻ ഒന്നും കൂടി എന്തുകൊണ്ടാണ് BJP-ക്ക് പെൻഷൻ കൊടുക്കാൻ തോന്നാത്ത കർഷക തൊഴിലാളിക്ക്? എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാൻ തോന്നാത്ത? അതുകൊണ്ട് പെൻഷൻ കൊടുക്ക്. ഇനി തെലങ്കാനയിൽ പെൻഷനുണ്ട്, ഗോവയിൽ പെൻഷൻ സ്കീമുകളുണ്ട്. കർഷക തൊഴിലാളിയുടെ പെൻഷനാണ് ഞാൻ പറഞ്ഞത്. ഇനി കർഷക തൊഴിലാളിയുടെ കാര്യത്തിലാണ് ഞാൻ ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. കേരളത്തിന് നികുതി വിഹിതം തുടർച്ചയായി തടഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ കോടതിയിലേക്ക് കേരളത്തിലെ സർക്കാരിന് പോവേണ്ടി വന്നതിന് ശേഷം കേന്ദ്ര സർക്കാർ പറയാണ് 13,000 കോടി കൊടുക്കാം, 13,000 കോടി കൊടുക്കാന്ന് കേന്ദ്ര സർക്കാർ പറയാണ്. ഇനി കേൾക്കൂ ഇനി ഒന്നുകൂടി ഇനി പറയാം. ഇനി എന്താണ് ഈ BJP-യുടെ സർക്കാർ അഴിമതിയുടെ പെരുമ്പറ മുഴക്കിയ സർക്കാരാണ്. റാഫേൽ കുംഭകോണം ചർച്ച ചെയ്യപ്പെട്ടു. ഇലക്ട്രൽ ബോണ്ട് 200 കോടി രൂപ കോൺഗ്രസും വാങ്ങി ഇലക്ഷൻ ബോണ്ട്, BJP-യും വാങ്ങി ഇലക്ഷൻ ബോണ്ട് എന്ന് പറഞ്ഞ എന്താ? മുതലാളിമാരുടെ കോർപ്പറേറ്റുകളുടെ പൈസ വാങ്ങാണ്. കോർപ്പറേറ്റുകളുടെ പൈസ വാങ്ങി തെരഞ്ഞെടുപ്പിന് യൂസ് ചെയ്യാണ്. അഭിമാനത്തോടെ പറയാണ്, നിങ്ങൾ കർഷക തൊഴിലാളികളുണ്ട് അവിടെ, കർഷക തൊഴിലാളികൾ അഭിമാനത്തോടെ പറയാണ്, ഇലക്ഷൻ ബോണ്ട് വാങ്ങാത്ത പാർട്ടി CPIM ആണ്. ഇലക്ഷൻ ബോണ്ട് വാങ്ങാത്ത പാർട്ടി, അദാനിയുടെ കാല് പിടിക്കാത്ത പാർട്ടി, അംബാനിയുടെ കാല് പിടിക്കാത്ത പാർട്ടി CPIM ആണ്. ഇതാ ആ പാർട്ടി അഭിമാനത്തോടു കൂടി പറയാണ്, ഞങ്ങൾ ബീഡി തൊഴിലാളിയുടെ, കർഷക തൊഴിലാളിയുടെ, ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്റെ, ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരന്റെ കയ്യിലെ പണം ഉപയോഗിച്ചാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അദാനിയുടെ പണമല്ല. ഇനി 10 ലക്ഷം കോടിയുടെ കോട്ടണിഞ്ഞ ആ മോദിക്ക് എവിടെ നിന്നാണ് 10 ലക്ഷം രൂപയുടെ കോട്ടണിയാൻ പണം കിട്ടിയത്? എവിടെ നിന്നാണ് 10 ലക്ഷത്തിന്റെ കോട്ടണിയാൻ പണം കിട്ടിയത് എന്നുള്ളത് പോലെ അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ സോഴ്സ് എവിടെയാണ്? മറുപടിയിലേക്ക് അതിനു മുമ്പും അശ്വിദാസ്, താങ്കൾ പറഞ്ഞല്ലോ ഏറ്റവും നല്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഓപ്പറേഷൻ സക്സസ് ബട്ട് ദ പേഷ്യന്റ് ഈസ് ഡൈഡ്. ഓപ്പറേഷൻ നന്നായി പക്ഷേ രോഗി ചത്തു എന്ന അവസ്ഥയിലല്ലേ നിങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നടത്തിയിട്ടും 7 മാസം കുടിശ്ശികയാണ് സാർ പെൻഷൻ. ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നു. കേൾക്കൂ സഹോദര, കേൾക്കൂ. പുറത്തു പോവില്ല, താങ്കൾ നേരിട്ട് പറഞ്ഞോളൂ. കേൾക്കൂ, എന്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി പിരിവിന്റെ പെർഫോമൻസ്, ഫിനാൻഷ്യൽ പെർഫോമൻസ് ഏറ്റവും മികച്ചതാണ് കേരളത്തിലേത് എന്ന് പറഞ്ഞത് പിണറായി വിജയനല്ല, നരേന്ദ്രമോദിയുടെ സർക്കാരാ. നരേന്ദ്രമോദിയുടെ സർക്കാർ. കേരളം ഒന്നാമതാ രത്നാകര, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. ഒരു മിനിറ്റ് ശിവദാസ്, ഒരു പ്രതികരണം. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടാണ് ചോദ്യം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിൽ BJP 20 മണ്ഡലങ്ങളിൽ തോറ്റു, ഇടതുപക്ഷം 19 മണ്ഡലങ്ങളിൽ തോറ്റു. ഈ BJPക്ക് 2 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകളുള്ള എത്രയോ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. ആ മണ്ഡലങ്ങളിൽ ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ കോൺഗ്രസിന് മാറ്റി ചെയ്യുമ്പോൾ വോട്ട്
5-6 മണ്ഡലങ്ങൾ 2 ലക്ഷത്തിന് മേലെ വോട്ടുണ്ട്. സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകൾ ഈസിയായി ജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടതുപക്ഷം കോൺഗ്രസിന് വോട്ട് ചെയ്യില്ലേ? കാരണം ഇവർ ജയിച്ചാൽ ഒന്നിച്ചല്ലേ? അപ്പൊ അത് ഇടതുപക്ഷത്തിന് മാറും. ഞാൻ പറഞ്ഞേക്കാം. കേരളത്തിലെ 20 സീറ്റിലും LDF മത്സരിച്ച് ജയിക്കും. മികച്ച ബിജെപിക്കെതിരാണ്. രാജ്യത്ത് ബിജെപിക്കെതിരായ പോരാട്ടമാണ്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അത് ഞങ്ങൾക്ക് പറയാൻ ഒരു മടിയില്ല. ബിജെപിക്കെതിരാണ് ഞങ്ങളുടെ നിലപാട്. അത് സംശയമില്ലാത്ത കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് ഈ രാജ്യത്ത്, ഈ കേരളത്തിലാണ് നരേന്ദ്രമോദിയുടെ വികസനം പഠിക്കാൻ ഗുജറാത്തിലേക്ക് ആളെ അയച്ചു കൊടുത്തത് പിണറായി വിജയൻ സർക്കാരാണ്. ഒന്ന്. ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന CPI നേതാവിനെ ആക്രമിച്ച കേസ് ഒത്തുതീർത്തു കൊടുത്ത പാർട്ടിയുടെ പേര് CPM എന്നാണെന്നുള്ളത് നിയമസഭയിൽ അദ്ദേഹം വിങ്ങിപ്പൊട്ടി പറഞ്ഞിട്ടുണ്ട്. അറിയാലോ. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ BJPയും അതോടൊപ്പം തന്നെ CPM പ്രത്യേകിച്ച് ഒരു തരത്തിൽ ഇവർ കൊടുക്കൽ വാങ്ങലുകളാണ്. അതുകൊണ്ടാണ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ ഒന്നും ED അന്വേഷിക്കാത്തത്. അതോടൊപ്പം EDയും അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റും IT-യും ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താ റിജിൽ മാക്കുറ്റി? ED വരണമെന്നോ വരണ്ടെന്നോ? ഈ ED നിഷ്പക്ഷമല്ലല്ലോ. കേരളത്തിൽ ED പിണറായി വിജയൻ ഡോക്ടർ അരുൺ ED ഇത്രയും 1,72,00,000 രൂപയുടെ അതുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് റിപ്പോർട്ട് ബോർഡിന്റെ കണ്ടെത്തൽ വന്നിട്ട് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ചോദ്യം ചെയ്യാൻ ED വരാത്തത്? SFIO 8 മാസം നീട്ടിക്കൊടുത്തിരിക്കുക. എന്താ കാര്യം? അതുമാത്രമല്ല, സുരേന്ദ്രന്റെ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് എവിടെ എത്തി അന്വേഷണം നമ്മളെ പരിശോധിക്കേണ്ടത്. അപ്പൊ കൊടുക്കൽ വാങ്ങൽ ഇവർ നടക്കുന്നു എന്നത് സജീവമാണ്. അതോടൊപ്പം പെൻഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞൊരു കാര്യം അത് പറയാതെ പോകുന്നത് ശരിയല്ല. ഇവർ പറയുന്നത് 18 മാസത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കുടിശ്ശിക പിണറായി വിജയൻ കൊടുത്തു എന്നുള്ളതാണ്. ആ രേഖ വെച്ച് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ രേഖ 14ാം കേരള നിയമസഭയിൽ 5ാം സമ്മേളനം നടക്കുമ്പോൾ നക്ഷത്ര ചിഹ്നം ഇടാതെ ചോദ്യം ആരാ ചോദിച്ചത്? നിങ്ങളുടെ MLA ആയിട്ടുള്ള M സ്വരാജ് ആരോട് ചോദിച്ചു? അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായ ഡോക്ടർ തോമസ് ഐസക്കിനോട് ചോദിച്ച ചോദ്യമാണ്. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്ര മാസം കുടിശ്ശിക ഉണ്ടായിരുന്നെന്ന് തരം തിരിച്ചറിയിക്കാമോ എന്ന ചോദ്യം. അതിന് തോമസ് ഐസക് കൊടുത്ത മറുപടി, ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അഭിഭാഷകർക്കുള്ള പെൻഷൻ എന്നിവ കുടിശ്ശികയുണ്ടായിരുന്നു. കർഷക തൊഴിലാളി പെൻഷൻ 2014 ഡിസംബർ മാസത്തെ തുക കുടിശ്ശികയുണ്ടായിരുന്നു. പറയട്ടെ പോയിന്റിലേക്ക് വരട്ടെ. 2015 ഫെബ്രുവരി മുതലുള്ള തുക ഗുണഭോക്താക്കൾക്ക് DBT സംവിധാനത്തിൽ വിതരണം ചെയ്ത് വരികയായിരുന്നു. DBT സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്താത്തത് മൂലവും തെറ്റായ രേഖപ്പെടുത്തലുകൾ, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്യപ്പെട്ട ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് പണം കൊടുക്കാത്ത അതേ സാങ്കേതിക അല്ല 3 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു. അത് ഉൾപ്പെടെയാണ് കൊടുത്തത് എന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും ചോദിക്കുന്നു, ഈ സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം നടത്തിയെന്ന് അറിയിക്കാമോ? 2014 നവംബർ മുതലുള്ള കുടിശ്ശികയും നവംബർ 2010 അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് പറയുന്നത്. 2014 നവംബർ, ഡിസംബർ, ജനുവരി ആ കുടിശ്ശിക ഉണ്ടായിട്ടുണ്ട്. ടെക്നിക്കൽ എററാണ് പറയുന്നത് തോമസ് ഐസക്കാണ്. പിന്നെ എവിടെയാണ് 18 മാസം കുടിശ്ശിക? എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. നിയമസഭ രേഖയാണ്. ഞാൻ പോയ എല്ലാ മണ്ഡലങ്ങളിലും 2 രേഖകളുണ്ട്. ഒന്ന് സ്വരാജ് കൊടുത്ത ഈ ചോദ്യത്തിലുള്ള മറുപടിയും മറ്റൊന്ന് തോമസ് ഐസക് കൊടുത്ത വേറൊരു മറുപടി. രണ്ട് കേൾക്കാം. ഒന്ന് കേൾക്കൂ. ഞാൻ രേഖയെടുത്ത് നിങ്ങൾക്കെല്ലാം നിയമസഭയുടെ സൈറ്റിൽ തന്നെ കിട്ടും. എന്താണ് ഇതിനകത്ത് വന്നിട്ടുള്ള 2ാമത്തെ മറുപടി? ആ മറുപടിയിൽ വളരെ കൃത്യമായിട്ട് പറയാണ്. നേരത്തെ തന്നെ അരുണിന്റെ ഒരു ചർച്ചയിൽ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. കൃത്യമായി പറയാണ് 18 മാസത്തെ കുടിശ്ശിക കിടക്കുന്നത് എന്നുള്ളത്. എന്തിനാണ് ആളുകളെ പറ്റിക്കാൻ നോക്കുന്നത്? പിന്നെ ഇത് തെറ്റാണ്, അത് തെറ്റാണ്. ഈ 2ാമത്തെ രേഖ തെറ്റാണെന്ന് പറഞ്ഞു കേൾക്കൂ. ഇനി 2ാമത്തെ കേൾക്കൂ. ഈ നാട്ടിൽ ആളുകൾ കിടക്കാണ്. ഈ നാട്ടിൽ മനുഷ്യർ ജീവിക്കുകയാണ്. ഈ മനുഷ്യർക്കറിയാം എത്ര മാസത്തെ കുടിശ്ശികയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുമ്പോണ്ടായതെന്ന്. ആ രേഖ അതാണ് ഞാൻ പറയുന്നത്. ആ കേൾക്കൂ, ഇനിയും കേൾക്കൂ. നിയമസഭയിലെ മറുപടിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 18 മാസകാലത്തെ കുടിശ്ശികയെ കുറിച്ച്. പിന്നെ അത് ഏത് 18 മാസം എന്നും നിങ്ങൾ 3 മാസം എന്നും പറയുന്ന പെൻഷൻ. പക്ഷേ പ്രശ്നം എന്താണെന്ന് കാർഷിക പെൻഷൻ 2000 നോക്കൂ സാർ, കാർഷിക പെൻഷൻ 2014 മുതൽ
വ്യാജരേഖയാണ് ഇത്. 18 മാസത്തെ പെൻഷൻ, 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട്. പെൻഷൻ 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട്. കള്ളരേഖയാണ് നിങ്ങൾ പറയുന്നത്. വ്യാജരേഖയാണെന്ന അഭിപ്രായം എനിക്കില്ല. കാരണം അത് നിയമസഭയുടെ ഡോക്യുമെന്റിലുണ്ട്. ഡോക്ടർ അരുൺ, ഞാൻ പറഞ്ഞ കാര്യം തെറ്റാണോ? ഡോക്ടർ പറ. നിങ്ങളൊരു മാധ്യമപ്രവർത്തകനല്ലേ? ഈ പെൻഷൻ ഇത് വ്യാജരേഖയാണോ? പറയൂ, ഇത് വ്യാജരേഖയാണോ ഡോക്ടർ? എന്റെ അഭ്യർത്ഥന അരുൺ കറക്റ്റ് ചെയ്യണമെന്നതാണ്. അരുൺ കറക്റ്റ് ചെയ്യണമെന്ന്. ഈടെ പെൻഷൻ കൊടുത്തില്ല. ഈടെ ഇപ്പോ നിങ്ങൾ പറയുന്നത് ഒരു 1600 പെൻഷൻ ആക്കിയെന്ന്. ഈ 1600 റുപ്യ പെൻഷൻ ആക്കി എന്ന് പറയുന്നത് മുമ്പ് അവിവാഹിത പെൻഷൻ ഉണ്ടായിരുന്നു. കൺസെഷൻ വീട് തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഒരുപാട് 2, 3, 4 പെൻഷൻ വാങ്ങിച്ചു. ഇപ്പൊ 1600 കൊടുക്കുന്നു. 1600 റുപ്യ കൊടുക്കാൻ വേണ്ടി പെട്രോളിന് 2 റുപ്യ സെസ് വാങ്ങിച്ചു. 2 റുപ്യ പെട്രോളിന് വേണ്ടി മദ്യത്തിന് വില കയറ്റി. എന്നിട്ട് പെൻഷൻ കൊടുക്കുന്നില്ല. എന്നിട്ട് പെൻഷൻ കൊടുക്കുന്നില്ല. അയ്യോ, അത് നമുക്കൊരു ക്ലാരിറ്റി. ഞാൻ പറയാം. അതിനു മുമ്പ് താങ്കൾ ചോദിച്ച ചോദ്യത്തെ എനിക്ക് തിരിച്ചൊരു ചോദ്യമുള്ളത്. ഈ വിവിധ സ്കീമുകളിലായിട്ടുള്ള വിവിധ പെൻഷനുകൾ ഏകോപിപ്പിച്ചു എന്നല്ലേ താങ്കളുടെ വാദം? ശരി, ഇപ്പോൾ എത്ര പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് ഈ സംസ്ഥാന സർക്കാർ? എത്ര പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്? എത്ര ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്? എത്ര പെൻഷൻ? അന്ന് കിട്ടിയ പെൻഷൻ ഒരു 3 പെൻഷൻ കിട്ടുന്നുണ്ട്. 2000-നും 3000-നും മേലെ. അതെങ്ങനെ പോകും? 400 രൂപ ഉള്ളു സാറേ. PF-ന്റെ 400 രൂപ 600 രൂപയാക്കി. അത്രയും 1600 കൊടുക്കുന്നില്ല. PF-ന്റെ പെൻഷൻ 12 ലക്ഷം പെൻഷൻ അച്യുതാനന്ദൻ പോകുമ്പോ 12 ലക്ഷം പെൻഷൻ ആയിരുന്നു അച്യുതാനന്ദൻ പോകുമ്പോ. 34 പെൻഷൻ ഇപ്പോഴോ? ഉമ്മൻചാണ്ടി ഇപ്പോഴോ? 10 കൊല്ലായി. എത്രയായി? തുടർഭരണം ഭരിക്കാണ്. 60 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആ 34 ലക്ഷം 60 ലക്ഷം ആളുകൾ കേരളം ലക്ഷത്തിൽ നിന്ന് അതിനകത്ത് 75 വയസ്സ് പെൻഷൻ കൊടുത്തിട്ട് ഉമ്മൻചാണ്ടി പോയത്. 75 വയസ്സിലെ മക്കളിൽ 75 വയസ്സ് രേഖയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ നോക്കൂ റിജിൽ, ഒരു നിമിഷം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ നമ്മൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കരുത്. റിജിൽ പറഞ്ഞതിന്റെ, ഈ സുഹൃത്ത് പറഞ്ഞതിന്റെ പരമാർത്ഥം എന്ന് പറയുന്നത് വിവിധ സ്കീമുകളെ ഒരുമിച്ചാക്കി ഈ 1500 രൂപ കിട്ടിയത് എത്ര ലക്ഷം പേർക്കാണ്? അത് കേവലം 3-4 ലക്ഷം ആളുകൾ മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം ഈ പറയുന്ന കാറ്റഗറിയിൽ വരില്ല. നോക്കൂ, അത് വാർദ്ധക്യ പെൻഷൻ മാത്രം കിട്ടുന്നവർക്ക് കിട്ടിയിരുന്നത് 600 രൂപയാണ് ഒരു മാസം. ഞാൻ പറയാം, താങ്കൾ പറഞ്ഞത് ശരിയാണ്. എങ്ങനെയാണ് ഞാൻ ഈ ഡോക്യുമെന്റ് റിജിൽ മാക്കുറ്റി ഹാജരാക്കിയ ഡോക്യുമെന്റ് വ്യാജമാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ അതിലൊരു ഭാഗത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, 2014 മുതലുള്ള കാർഷിക പെൻഷനുകൾ അത് കുടിശ്ശികയുണ്ടായിരുന്നു. അത് കണക്ക് കൂട്ടി നോക്കിയാൽ 18 മാസം കുടിശ്ശികയുള്ള പെൻഷനുകളും ഇതിലുണ്ട്. അല്ലല്ല, ഞങ്ങൾ പറഞ്ഞ കാര്യം അത് ചുമ്മാ പറയുന്നതാണ്. ഞങ്ങൾ ഡോക്യുമെന്റിലുണ്ട്. ഈ ഡോക്യുമെന്റിലില്ല. 2014 നവംബർ മുതലുള്ള കുടിശ്ശിക 2016 ജൂൺ. സാർ, 2014 മുതലുള്ള കുടിശ്ശിക 2016 ആവുമ്പോൾ 18 മാസമാകും സാർ. അതല്ല ഞാൻ പറഞ്ഞു വരട്ടെ. പക്ഷേ ഞാൻ നിരാകരിക്കുന്നില്ല. കാരണം വാർദ്ധക്യ പെൻഷൻ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ 18 മാസം ഇല്ല. എന്നാൽ കാർഷിക പെൻഷൻ കൂടി പരിഗണിച്ചാലോ 18 മാസമുണ്ട്. ഞങ്ങൾ കൊടുത്തത് 3 മാസത്തെ പെൻഷൻ. പക്ഷേ അത് എല്ലാ പെൻഷനുമല്ല സാർ. ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നത്, കഴിഞ്ഞ ഈ ഇവിടെ ശമ്പളം മുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ പ്ലീസ്. ശമ്പളം മുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ പറയാണ്. ആന്റണി ഭരിക്കുമ്പോ 2 മാസകാലത്ത് ശമ്പളം മുടങ്ങിയത് നിങ്ങൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഓർഡർ കിടക്കാണ്. The salary for 2002 January will be dispersed on February എന്ന് കിടക്കാണ് എന്ന് പറഞ്ഞ് ഉത്തരവിറക്കിയിട്ട് ശമ്പളം മുടങ്ങിയത് UDF-ന്റെ കാലത്താണ് എന്നുള്ളത് വിസ്മരിച്ചു പോരുത്. പെൻഷൻ മുടക്കിയ, ശമ്പളം മുടക്കിയ ഒരു സർക്കാരിൽ നിന്ന് എല്ലാ മാസവും പെൻഷൻ കൊടുക്കുന്നതിലേക്ക് ഒരു പരിധി വരെയെങ്കിലും കൊണ്ടുപോകാൻ കഴിഞ്ഞ ശമ്പളം കിട്ടുന്നില്ല. ഡോക്ടർ അരുൺ 2 രൂപ സെസ് വർദ്ധിപ്പിച്ചെന്തിനാ? പെട്രോളിനും ഡീസലിനും പെൻഷൻ കൊടുക്കാനാ? പെൻഷൻ കൊടുത്തോ? 2 രൂപ സെസ് വർദ്ധിപ്പിച്ചത് പെൻഷൻ കൊടുക്കാനാണ്. ഇടപെട്ടില്ല റിജിൽ, നിങ്ങൾ പറയുമ്പോൾ ഇടപെട്ടില്ല. ഞങ്ങളോട് സംസാരിക്കണ്ടേ? ഇനി കേൾക്കൂ, 430 രൂപ ഉണ്ടായിരുന്ന ഗ്യാസിന്റെ വില
1200 രൂപയാക്കിയപ്പോ മിണ്ടാതിരുന്ന കൂട്ടർ ഇവിടെ കർഷക തൊഴിലാളികൾ ശരി, 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 ശരി. ഒരു പ്രതികരണം കൂടി. 430 1200 ആക്കിയപ്പോ. ശരി സാർ, ശരി സാർ. അത് ഹലോ BJPന്റെ സ്ഥാനാർത്ഥിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, തൃശ്ശൂരിൽ നമ്മുടെ ക്രിസ്ത്യൻ വോട്ടുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു കിരീടം കൊടുത്തിട്ടുണ്ട്. അതില് എത്ര കിലോ സ്വർണ്ണമുണ്ട് എന്നാണ് എൻ്റെ ചോദ്യം. കുടുങ്ങോ? ചെമ്പ് തെളിഞ്ഞോ? നമ്മള് ആ ചോദ്യം ഞാൻ കേട്ടു. ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ രാഷ്ട്രീയ തർക്കത്തിൽ ഏർപ്പെട്ടപ്പോ നമ്മൾ മറന്നുപോയ വളരെ മൗലികമായ ഒരു ചോദ്യമുണ്ട്. അതായത് ഇടത് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് 85,000 കോടി രൂപയായിരുന്നു കേരളത്തിന്റെ പൊതുകടമെങ്കിൽ ഇന്നത് 4 ലക്ഷം കോടി രൂപയായി മാറിയിട്ടുണ്ട്. ഈ 4 ലക്ഷം കോടി എത്രയാണ് സാർ? അത് കേന്ദ്രത്തിന്റെ കയ്യിലിരിക്കട്ടെ. 205 ലക്ഷം. 200 ലക്ഷം കോടി. 205 ലക്ഷം കോടി. കോടി ഉണ്ടാവും. കേന്ദ്രത്തിന് അത്രയും ആസ്തിയുണ്ട്. കേന്ദ്രം അത്രയും ഈ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനാണ്. കേരളത്തില് ഈ 4 ലക്ഷം കോടി രൂപ കടത്തിൽ ആ പണം 85,000 കോടി ബാക്കിയുള്ള പണം എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ ഇടത് ഗവൺമെന്റുകൾക്കുണ്ട്. അത് പശ്ചാത്തല സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ? എത്ര ശതമാനം ഉപയോഗിച്ചിട്ടുണ്ട്? കേന്ദ്ര ഗവൺമെന്റ് വിദേശ കടം അല്ലെ പൊതുകടം എടുക്കുന്നുണ്ടെങ്കിൽ ആ പണം മുഴുവൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഹൈവേകളായിട്ടും മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ വികസിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ജനങ്ങളിലേക്ക് തിരിച്ചു മറുപടി പറയേണ്ടത് ശിവദാസനാണ്. അത് മറുപടി പറയേണ്ടത് ശിവദാസ്. പക്ഷേ എനിക്കൊരു കൗണ്ടർ ചോദ്യമുള്ളത്, ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം പറഞ്ഞു, നമുക്ക് ആ ചർച്ച രണ്ടാം ഘട്ടത്തിൽ വരാം. പക്ഷേ എന്റെ ചോദ്യം ഇതാണ് സാർ, 30% ഉണ്ടായിരുന്ന കോർപ്പറേറ്റ് നികുതി 22% കുറച്ചു. ആ 22% കുറച്ചത് ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെന്റ് എടുത്തിരിക്കുന്ന നിലപാട് ഇന്ത്യയിൽ ധാരാളം വികസന പ്രവർത്തനം നടക്കും. ഗവൺമെന്റിന്റേതായിട്ട് മാത്രമല്ല, സ്വകാര്യ മേഖലയിലും നല്ല തോതിൽ കമ്പനികൾ ഉയർന്നു വരണം. 8% കുറച്ചിട്ടുണ്ടാവാം. പക്ഷേ അതുകൊണ്ടുണ്ടായ രാജ്യത്തിന് നേട്ടം ഉണ്ടാകുന്നതിന് വേണ്ടി കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് രാജ്യത്തിന് നേട്ടം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. അതിന് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ നയമാണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ 72,000 കോടി കടം എഴുതിത്തള്ളി കർഷകരുടെ. പക്ഷേ 77,000 കോടി രൂപ LIC അനുഭവിച്ചു കൊടുത്തത് അദാനിക്കാണ്, അല്ലേ? അദാനിക്കാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് തിരിച്ചടക്കാതിന്റെ പേരിൽ വീണ്ടും 5,000 കോടി കൊടുത്തതായിരിക്കും അദാനിക്കാണ്. കർഷകർ കൊടുത്തില്ല. കർഷകർക്ക് വെടികൊണ്ടയാണ് നരേന്ദ്രമോദി കൊടുക്കുന്നത്. അതായത് 1,45,000 കോടിയുടെ ടാക്സ് ഇളവുകളാണ് ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് പ്രഖ്യാപിച്ചത്. നികുതി ഇളവുകൾ കൊടുത്തിരിക്കുന്നത് ആ കമ്പനികൾ അപ്പോഴാണ് കർഷകർ ശംഭു അതിർത്തിയിൽ ചോദ്യം ചെയ്യുന്നത്, ഞങ്ങളുടെ അരിക്ക്, ഞങ്ങളുടെ ഗോതമ്പിന് മിനിമം സപ്പോർട്ട് പ്രൈസ്. ഒരു നിമിഷം, 1,45,000 കോടി രൂപ കോർപ്പറേറ്റുകൾക്ക് ഇളവ് കൊടുത്ത സർക്കാരിനോട് ഹരിയാന അതിർത്തിയിലുള്ള കർഷകർ ചോദിക്കുന്നു, ഞങ്ങൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിച്ചൂടെ സർക്കാർ ചെയ്യുന്നില്ല. മിനിമം സപ്പോർട്ട് പ്രൈസിന്റെ പ്രശ്നത്തിൽ ഗവൺമെന്റ് നിഷേധാത്മക സമീപനം സ്വീകരിച്ചിട്ടില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയക്കുന്ന നേതാവിന്റെ പേര് സംഗീത സോമനാണ്. തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ധർമ്മടം മണ്ഡലത്തിൽ നിന്നാണ്. ഒട്ടേറെ ചോദ്യങ്ങൾ, ഗൗരവമേറിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു റിപ്പോർട്ടർ കുരുക്ഷേത്രം. തത്സമയം ഒരിടവേളയ്ക്കു ശേഷം കണ്ണൂരിലെ രാഷ്ട്രീയ ചർച്ചകൾക്കെന്നും ആഴമുണ്ട്. കണ്ണൂരിൽ നിന്നാണ് റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. നമുക്കിനി പ്രതികരണങ്ങളിലേക്ക് കൂടി ഒന്ന് പോയിടാം. ഒരു വനിതാ സാന്നിധ്യം. എനിക്ക് 2 കാര്യങ്ങളാണ് അറിയാനുള്ളത്. ഒന്ന്, ധർമ്മടത്തെ ഒരു റെയിൽവേ അടിപ്പാത ആവശ്യമായിരുന്നു. അത് തുടങ്ങുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ഒരു ആർമി ഓഫീസറായിരുന്നു. അച്ഛൻ മുൻകൈ എടുത്തിട്ട് അത് വേണമെന്ന് താല്പര്യപ്പെട്ടപ്പോൾ ആരും സഹകരിച്ചിട്ടില്ല. അതെനിക്ക് ഓർമ്മയില്ല, എനിക്ക് അത്ര ഇതില്ല. അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞത് ഏറ്റവും സമാധാനപരമായി ജോലി ചെയ്ത സ്ഥലമാണ് ഇതെന്ന്. കാരണം യാതൊരു എതിർപ്പുമില്ല. അപ്പോൾ ഇനി ആർക്കും എതിർപ്പില്ല. വേണ്ട എന്ന നിലപാടായിരുന്നു. അതായത് ഇപ്പോ ഇതിന്റെ അസൗകര്യം മനസ്സിലാക്കുമ്പോഴാണ് പറയുന്നത്. അതായത് ഇപ്പൊ അസൗകര്യം അനുഭവിക്കുമ്പോഴാണ് ജനങ്ങൾക്ക്. പക്ഷെ എന്റെ അച്ഛൻ അന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് അതിനു വേണ്ടി മുൻകൈ എടുത്തത്. എംപിയും ആ കാര്യത്തിൽ അനങ്ങിയിട്ടില്ല. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് എനിക്ക് അത്ര ഏറ്റവും കൂടുതൽ അടിപ്പാതക്ക് വേണ്ടി സമരത്തിനൊപ്പം നിൽക്കുക, അവരോടൊപ്പം നിന്ന് അതിശക്തമായ നിലപാട് സ്വീകരിച്ച എം പി ആണ്. ഇന്നത്തെ പോലെ കർമ്മടത്തെ അടിപ്പാതക്ക് വേണ്ടി റെയിൽവേ സാങ്കേതിക അനുമതി നൽകിക്കൊണ്ടുള്ള കത്ത് വന്നിട്ടുണ്ട്. ഇവിടെയുള്ള പ്രാദേശിക നേതൃത്വമാണ്, പഞ്ചായത്ത് അടക്കമുള്ള സർവകക്ഷി യോഗം ചേർന്ന് ഇതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തതാണ്. അത് നടപ്പിലായാൽ ഈ അടിപ്പാത നടപ്പിലാവും. റെയിൽവേ അനുമതി നൽകിയിട്ടുണ്ട്. ഓർഡർ വന്നു, അടിപ്പാതയ്ക്കുള്ള ഓർഡർ വന്നു. ആ സമയത്ത് അത് ഈസി ആയിട്ട് നടക്കുമായിരുന്നു. പക്ഷെ വന്നു.
നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നു എന്നാണ് ബി ജെ പി പറയുന്നത്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഇല്ല, ഇങ്ങനെ ചർച്ച ചെയ്തിട്ടും കണക്ക് പറഞ്ഞിട്ടും ഒന്നുമല്ല. വൃദ്ധന്മാർക്ക് മരുന്ന് വാങ്ങാൻ പൈസയില്ലാത്ത പൈസയില്ല എന്തോന്നറിയില്ല. അവർ പറയും പെൻഷൻ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ടി വിയിലെല്ലാം കാണുന്നില്ല, കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർ പറയുന്നത് ഇല്ല, 1 മാസത്തേറ്റ കൊടുത്തിട്ടുള്ളത്. വോട്ടിൽ പ്രതിഫലിക്കുമോ? അതെനിക്കറിയില്ല. ഇപ്പൊ ഒന്നാമത്തെ ടെക്നോളജി ഇത്രയും വിജയിച്ച സമയത്ത് എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ എല്ലാവരും ഇന്ന് ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യൂ, അല്ലാതെ കാലം മാറി. അത് ശിവദാസൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പറയാതെ പറഞ്ഞു വെച്ചത് കയ്യിൽ പൈസ ഇല്ല എന്നുള്ളതാണ്. ഒരു ബി ജെ പി പ്രതിനിധി ഒന്നും കൂടി കയറൂ. പറഞ്ഞാട്ടെ. എന്റെ ചോദ്യം ബി ജെ പി പ്രതിനിധി, താങ്കൾ ബി ജെ പി പ്രതിനിധി തന്നെയല്ലേ? അഡ്വക്കേറ്റ് രത്നാകരൻ സാറിനോടാണ്. കണ്ണൂർ ജില്ലയില് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തില് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തില് റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ബി.ജെ.പി. ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ സമയത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് ബി.ജെ.പി. പ്രതിനിധിയോടാണ് ചോദിച്ചത്. സാധാരണ പാർലമെന്റിലെ നിയമസഭയിലും ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ശൈലിയുണ്ട്. അതായത് ഈ മണ്ഡലത്തിൽ ഈ സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ റെയിൽവേ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ വിവിധ റെയിൽവേ വികസന പദ്ധതികളുണ്ട്. തലശ്ശേരിയിലെ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ അതിന് മറ്റ് റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് വേണ്ടിയൊക്കെ ധാരാളം തുക പകരുത്തുകയും അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ പ്രവൃത്തികൾ പൂർത്തിയായിട്ടുമുണ്ട്. ഇനിയും ധാരാളം സർവകാല റെക്കോർഡാണ് നരേന്ദ്രമോദി സർക്കാർ റെയിൽവേ സർവകാല റെക്കോർഡാണ്. ഒന്ന്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക ട്രാവൽ ടിക്കറ്റ് ഇനത്തിൽ ലഭ്യമാവുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഈ കേരളത്തിന് റെയിൽവേ വിഹിതം ഏറ്റവും കുറവാണ് അനുവദിച്ചിട്ടുള്ളതെന്നാണ് ബജറ്റ് രേഖ നമ്മളോട് പറയുന്നത്. ബജറ്റ് രേഖ പറയുന്നത്. ശരി, അതൊരു വലിയ ചോദ്യമാണ്. ചെറുപ്പക്കാരൻ ബാക്കിൽ. താങ്കൾ ചെറുപ്പക്കാരനാണ്? അല്ലല്ല, ചെറുപ്പക്കാരനാണ്. പറഞ്ഞോളൂ. ബി.ജെ.പിന്റെ പ്രതിനിധിയും ബി.ജെ.പിക്കാർ മുൻകൂട്ടി ചോദ്യം ഉത്തരവും സംഘടിപ്പിച്ച അത് പാർലമെന്റിലുള്ള ഒരു രീതിയാണ്. ഞാൻ സംസാരിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ മറ്റൊന്നുമില്ല. വയനാട് വെറ്റിനറി കോളേജിൽ 22 വയസ്സുള്ള സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞൊരു പയ്യനെ ഹോസ്റ്റൽ റൂമിൽ, ശുചി റൂമിൽ കെട്ടി തൂക്കി കൊലപ്പെടുത്തിയ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞോട്ടെ, എന്തിനാണ് നിങ്ങൾക്ക് പൊള്ളുന്നത്? കാര്യം പറയും, എന്തിനാണ് പറയട്ടോ. അതിൽ പ്രതികളായ 18 പേരും SFI എന്ന് പറയുന്ന ഇവരുടെ വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാരുടെ അവിടെയുള്ള യൂണിയൻ ഭാരവാഹികളും അതേപോലെ തന്നെ യൂണിറ്റ് പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാർ പ്രതിയാകുമ്പോൾ ഇവർക്ക് എന്ത് ധാർമ്മികതയുള്ളത് പൊതുസമൂഹത്തിന് മുന്നിൽ വോട്ട് ചോദിക്കാൻ? ശിവദാസൻ മറുപടി പറഞ്ഞോട്ടെ. സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ മരണം വളരെ സങ്കടകരമാണ്. പക്ഷെ ആ മരണത്തെ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ഉന്നയിക്കുന്നത് വളരെ മോശമാണ്. ഒന്നുകൂടി കുടിച്ചു പറഞ്ഞോളൂ. ശിവദാസൻ പറഞ്ഞോളൂ. ശിവദാസൻ പറഞ്ഞോ, മൈക്കില്ല. കേൾക്കൂ. മട്ടന്നൂർ കോളേജിലെ പുതിയ വീട്ടിൽ ബഷീറിനെ അടിച്ചു കൊന്ന KSUക്കാരന്റെ പ്രതിനിധിയാ ഇവര്. പുതിയ വീട്ടിൽ ബഷീർ ആരാ? KSUവിന്റെ നേതാവിനെ കൊലപ്പെടുത്തിയത്. ഞങ്ങൾ ഒന്നുകൂടി പറയാണ്, നിങ്ങൾ ഉത്തരത്തിനല്ലേ ചോദിച്ചത്? അറിയാൻ അനുവദിക്കൂ സുഹൃത്തെ. മട്ടന്നൂർ കോളേജിലെ പുതിയ വീട്ടിൽ ബഷീറിനെ വിറക് കൊള്ളി കൊണ്ട് അടിച്ചു കൊന്നതിലെ പ്രതികളാണ് ഇവിടെയുള്ള KSUവിന്റെ ആളുകൾ. പട്ടാമ്പി കോളേജിലെ സെയ്താലിയെ കൊന്ന ശങ്കരനാരായണൻ MLA ആക്കിയ പാർട്ടിയാണ് CPM. ഒരു നിമിഷം നമുക്ക് അതിലേക്ക് പോകേണ്ട നിർഭാഗ്യകരമായ സംഭവമാണ്. അതിന് ശിവദാസൻ മറുപടി പറഞ്ഞു, താങ്കളുടെ ചോദ്യവും കേട്ടു. ഒരു നിമിഷം പറഞ്ഞോ. ചോദിച്ചോ. ഒരു ചോദ്യം. ഒരു നിമിഷം. ഇപ്പോ ഈ ഒരു പ്രതിനിധി പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരമാണ് പറയുന്നത്. നമ്മളെ ഇടുക്കി കോളേജിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി നിതിൻ പൈലി ചെറുപ്പക്കാരനെ രാഷ്ട്രീയ കൊലപാതകത്തിൽ ഈ വിഷയത്തിലേക്ക് വരും. അതൊന്നും വേണ്ട. ഒരു വിളിപ്പാട് അകലെയുള്ള ബ്രണ്ണം കോളേജില് അഷ്റഫ് എന്ന് പറഞ്ഞ ആദ്യത്തെ ക്യാമ്പസ് രക്തസാക്ഷിനെ കൊന്ന ആരാണ്? ചരിത്രത്തിലേക്ക് പോകരുത്. ഈ ചോദ്യം ഞാൻ പറയട്ടെ. സുരേഷ് ഗോപിയുടെ ആരും ചോദിക്കാനുണ്ടല്ലോ. സുരേഷ് ഗോപിന്റെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ലൂർദ് പള്ളിയില് ഈ ചെമ്പ് കൊടുത്ത് ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി BJPക്ക് പണ്ടേ ഉണ്ടോ? ഒരു കാര്യങ്ങളുണ്ട്, പിടിച്ചു കൊണ്ടുപോല. ഇതിന്റെ ഉത്തരം കൃത്യമായി മറുപടി പറയണോ? അതേപോലെ തന്നെ അനക്ക് ചോദിക്കാനുള്ള വേറൊരു ചോദ്യം എന്ന് വെച്ചാല്
RSS കാവൽ എന്ന കെ സുധാകരനാണോ BJP വോട്ട് ചെയ്യുക, അതല്ലെങ്കിൽ 2 ദിവസം മുമ്പ് വന്ന അതിനകത്തൊരു മറുപടി ഉണ്ട്. ഒരു മറുപടി ഉണ്ട്. ഇവിടുത്തെ MV ജയരാജൻ എന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി RSS കാരാണ് മതം നോക്കി തീവ്രവാദികളാക്കുന്നത്. അതേ പണിയാണ് നൗഫൽ ബിൻ യൂസഫ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെ നൗഫൽ ബിൻ ലാദൻ എന്ന് വിളിച്ച ആളാണ് LDFന്റെ സ്ഥാനാർത്ഥി. യഥാർത്ഥത്തിൽ ആരാണ് BJPയുടെ അനുയായി എന്ന് കൃത്യമായി മനസ്സിലാവും. അതൊരു മറുപടി അർഹിക്കാത്ത ചോദ്യമാണ്. ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് മറുപടി അർഹിക്കുന്നില്ല. അതിന് മറുപടി പറയുന്നില്ല, മറുപടി അർഹിക്കുന്നില്ല. ഇവിടെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ മറുപടി പറയാതെ പോയിട്ട് ബണ്ണൻ കോളേജിലെ വേറെ വിഷയമാണ്. പൂക്കോട് നടന്നതിനെ നമ്മൾ ശക്തമായി അപലപിക്കുന്നു. അതിൽ പ്രതികളെ മുഴുവൻ നമ്മൾ വിളിച്ചിട്ട് കൊണ്ടുവരണം. അതിന് പിന്നിൽ സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടുവരണം. നമുക്കത് അവിടെ നിർത്താം. ചോദിച്ചോ രണ്ടം കോളേജിൽ അഷ്റഫിനെ അറിയോ? ഈ പറയുന്ന ആളുകൾക്ക് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ സഖാവ് ധീരജിനെ അറിയോ? ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ ലോക്കൽ സെക്രട്ടറിയെ കഴിഞ്ഞ ആഴ്ച കൊന്നതാരാ? പട്ടാമ്പിയിലെ സെയ്താലിയെ കൊന്ന ആബുവൻ ബാലുശ്ശേരി MLA ആയി സംഘക്കാരൻ. ചോദ്യം ആരാ സെയ്താലിയെ കൊന്നത്? രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം നമ്മൾ തിരയുന്നില്ല. നിർഭാഗ്യകരമാണ്. നമുക്ക് അതിലേക്ക് പോയിട്ട് കാര്യമില്ല. ഒരു നിമിഷം ചർച്ച അവസാനിക്കുമ്പോൾ അത് ശരിയല്ല. എന്ത് കാരണം കൊണ്ടായാലും ശരി, വയനാട്ടിൽ സംഭവിച്ച ആ നരഹത്യയെ ന്യായീകരിക്കുന്ന ഒരു പരാമർശവും വരുന്നത് ശരിയല്ല. രത്നാകരൻ, ഒറ്റ ചോദ്യം. ഈ കണ്ണൂർ കണ്ണൂർ മണ്ഡലത്തിൽ അഷ്റഫിന് പരിക്ക് പറ്റിയപ്പോ അഷ്റഫിനെ എടുത്ത് ആശുപത്രി ഇത് ഒരു കാര്യം അഷ്റഫിന്റെ വിഷയം ബന്ധപ്പെട്ട് കണക്കെടുക്കാൻ വന്നതല്ല. നോക്കൂ, രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കഥയെടുക്കാൻ വന്നതല്ല ഞങ്ങളും നിങ്ങളുമെന്ന് നമുക്കറിയാം. നമുക്ക് ഈ മണ്ഡലത്തിന്റെ വികസനത്തിന് ഏത് MP പോകണം എന്നതാണ് ചോദ്യം. ഇനി ഓരോ മിനിറ്റ് മാത്രം. രത്നാകരൻ, ഒറ്റ ചോദ്യം. ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് BJPക്ക് കണ്ണൂർ വോട്ട് ചെയ്യണം? 2 കാര്യങ്ങൾ, 1 മിനിറ്റ്. BJP നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ പ്രത്യേകത എല്ലാ ആളുകൾക്കും സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ളതാണ്. എല്ലാ ആളുകൾക്കും വികസനം ലഭിക്കുന്നതിന്, എല്ലാ ആളുകൾക്കും ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് നരേന്ദ്രമോദി സർക്കാരിന് ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഇതുവരെ നരേന്ദ്രമോദി നടത്തി വന്ന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച ഉണ്ടാവേണ്ടത് ഈ രാജ്യത്തിന്റെ പൊതു താല്പര്യമാണ്, ഈ സമൂഹത്തിന്റെ താല്പര്യമാണ്. അതുകൊണ്ട് BJPയുടെ NDAയുടെ പ്രതിനിധി ജയിച്ച് നരേന്ദ്രമോദിയെ പിന്തുണക്കുന്ന അവസ്ഥ ഉണ്ടാവണം. അതാണ് BJPക്ക് വെക്കാനുള്ള മുന്നോട്ട്. ശരി റിജിൽ, എന്തുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക്, അത് കെ സുധാകരനാണോ എന്ന് നിശ്ചയമില്ല ഈ ഘട്ടത്തിലും, പക്ഷേ കെ സുധാകരൻ മത്സരിക്കാൻ സാധ്യതയേറുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ എനിക്ക് വിവരം ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കെ സുധാകരനെ വീണ്ടും പാർലമെന്റിലേക്ക് അയക്കണം? 2 കാര്യങ്ങൾ. രാജ്യത്ത് സംഘപരിവാറിനെതിരെ നടന്ന പോരാട്ടത്തിന്റെ ഭാഗമായി കഴിഞ്ഞ തവണ കണ്ണൂരിൽ നിന്ന് ജയിച്ചത് UDFന്റെ സ്ഥാനാർത്ഥി കെ സുധാകരനാണ്. പാർട്ടി പ്രഖ്യാപിച്ച ആ സ്ഥാനാർത്ഥി വിജയിക്കേണ്ടത് ഈ നാടിന്റെ അനിവാര്യതയാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്ന് UDFന്റെ സ്ഥാനാർത്ഥി ആരായാലും വിജയിച്ച കാര്യം തർക്കമില്ലാത്ത കാര്യം. ശിവദാസൻ, എന്തുകൊണ്ട് MV ജയരാജൻ പാർലമെന്റിൽ എത്തണം? 2 കാര്യങ്ങൾ, 30 സെക്കൻഡ്സ്. MV ജയരാജൻ പാർലമെന്റിലേക്ക് വിജയിക്കേണ്ടത് മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന് ആവശ്യമാണ്. MV ജയരാജൻ ജയിക്കേണ്ടത് ഈ കണ്ണൂരിന്റെ വികസനത്തിന് ആവശ്യമാണോ? കണ്ണൂർ എയർപോർട്ടിന്റെ മുൻപോട്ടുള്ള യാത്രക്ക് MV ജയരാജന്റെ ജയം ആവശ്യമാണോ? MV ജയരാജന്റെ ജയം ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക്, ധർമ്മടം ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് MV ജയരാജൻ ജയിക്കണം. MV ജയരാജൻ കേരളത്തിലെ ജനങ്ങളുടെ ശബ്ദമായി ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവണം എന്നുള്ളതാണ് നടക്കാത്ത സ്വപ്നം. എല്ലാ മുന്നണികൾക്കും വിജയാശംസകൾ നേരുന്നു. പ്രതീക്ഷകൾ എല്ലാവർക്കും ആകാം. പക്ഷേ നിർണായകമായൊരു തിരഞ്ഞെടുപ്പാണ്. എല്ലാ വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തുക. കണ്ണൂരിന്റെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് ആഴത്തിൽ വേരോടിയ ആശയ സംവാദങ്ങളുടെ ഭൂമികയാണ്. ആ ഭൂമികയിൽ നിന്നാണ് ഇനി നമ്മൾ കാസർഗോട്ടേക്ക് പോകുന്നത്. ഇനി നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടും കാസർഗോഡ് വെച്ച്. കുരുക്ഷേത്രത്തിന്റെ അടുത്ത അധ്യായം നാളെ വൈകുന്നേരം 6:30 തത്സമയം റിപ്പോർട്ടറിൽ. കണ്ണൂർ വോട്ട് ചെയ്യും. ആർക്കെന്നറിയണമെങ്കിൽ വോട്ടിന്റെ ഫലം വരുന്നതുവരെ കാത്തിരിക്കാം. ഓൾ ദി ബെസ്റ്റ്.